അപ്പോൾ നമ്മുടെ CUET PGയുടെ സെക്കൻഡ് ഡേ ഈ ദിവസം നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഇന്നിവിടെ MCom എഴുതുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ MCom എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് അനുഭവപ്പെട്ടത്, ഇനിയിപ്പം NTAയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും വിധ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെക്കാളിലും എന്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ MCom എഴുതിയ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക് പോവാം. പേരെന്താ? ആഷിഖ്. എവിടുന്നാ വരുന്നത്? ഞാൻ കൊണ്ടോട്ടിന്ന്. ഏതാ പേപ്പർ തന്നെ എഴുതിയത്? MCom. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, ഞാൻ അത്ര പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം അതിൻ്റെതായ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഓൾറെഡി MBA കഴിഞ്ഞ ആളാണ്. വേറെ എന്താ പറയുക, ഒരിക്കൽ കൂടി യൂണിവേഴ്സിറ്റിക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു വൈബിനെ ഇതാണ്. അത്രേ ഉള്ളൂ. ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ലേ? ഞാൻ ഓൾറെഡി ഒരു MBA ഇപ്പോൾ കഴിഞ്ഞ് ജസ്റ്റ് ലാസ്റ്റ് മന്ത് പാസ് ഔട്ടാണ്. പേരെന്താ? ജസീം. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, വലിയ ടഫായിട്ടൊന്നുമില്ല, ഒരു മോഡറേറ്റ് ആയിട്ട്. എങ്ങനെയായിരുന്നു പ്രിപ്പറേഷനൊക്കെ? പ്രിപ്പറേഷൻ യൂട്യൂബും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതായിരുന്നു മെയിനായിട്ട്. വേറെ കോച്ചിങ് ഒന്നും പോയില്ല. പേരെന്താ? നാദിർ. എവിടുന്നാ വരുന്നത്? വടകര. പ്രിപ്പറേഷനൊക്കെ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിരുന്നോ? രണ്ട് ഇയറിൽ നോക്കി. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? അൻഷാദ്. എവിടുന്നാ വരുന്നത്? ചെലവൂര്. ഏത് എക്സാമാണ് ഇന്ന് എഴുതിയത്? MCom ആയിരുന്നോ സ്റ്റാറ്റി? MCom. എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ഒക്കെ MCom ഞാൻ ബേസിക്കലി മറ്റേ MBAക്ക് വേണ്ടി പഠിച്ചതാണ്. അപ്പോൾ ഒരാൾക്ക് 3 എഴുതാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി MCom എഴുതാന്ന് പറഞ്ഞാണ്. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം പോകാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരിയാണോ? അങ്ങനെ പോണ്ടിച്ചേരിന്നില്ല, കേരളം ഒന്ന് വിട്ടാൽ മതി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഞാൻ ഇതുവരെ എഴുതിച്ച് ഞാൻ കുറേ ടിസ്സും അങ്ങനെ കുറേ എക്സാം ഒക്കെ എഴുതിനു. അപ്പോൾ അങ്ങനെ കുറച്ച് യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ കുറച്ചുകൂടി എളുപ്പമായി തോന്നി. എഴുതിക്ക് അറിയില്ല. പേരെന്തായിരുന്നു? ഷംനാദ്. ഏത് വിഷയത്തിൽ എക്സാം എഴുതിയിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു MCom? പൊതുവേ ഒരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ടഫായി തോന്നിയത്. മറ്റേത് സിലബസ് ഒന്ന് ഡിഗ്രിയിൽ നിന്ന് ബേസിക് ആയിട്ട് പഠിച്ച കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. കുറേയൊക്കെ വിട്ടിട്ടുണ്ട്. ഒരു 62 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്തത്. സോ കിട്ടുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അതായത് ഇപ്പോൾ കുറച്ചൊക്കെ കറക്കൂത്താണ്, അതിൽ അറിയാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഷുവറായിട്ട് കിട്ടുന്നൊരു ധാരണ ഉണ്ട്. പിന്നെ കോൺഫിഡൻസ് ആണല്ലോ പ്രധാനം, കിട്ടുന്നൊരു ധാരണ ഉണ്ട്. ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നത്? ഞാനിപ്പോൾ എവിടെ കിട്ടിയാലും പോകുന്നുള്ള ധാരണയിലാണ്. എന്നാലും പോണ്ടിച്ചേരിയാണ് താല്പര്യം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പേരെന്താ? മുഹമ്മദ് ഫൈസൽ. ഏത് വിഷയത്തിൽ എക്സാം എഴുതിയത്? MCom PGQ37. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? എക്സാം എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ ഈസി അല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഒരു പാറ്റേൺ ഏകദേശമൊക്കെ ഒരു വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ചേരുമ്പടി ചേർക്കുന്ന ആ ഒരു ലെവലാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ 4 ഓപ്ഷനാണ് തന്നെങ്കിലും അതിലുപരി 1, 2, 2, 3 എന്നുള്ള അങ്ങനത്തെ സംഗതികളാണ് കൂടുതലുള്ളത്. അതായത് ഒരു റീസൺ അസേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അതെ. ഓക്കെ. എന്തെങ്കിലും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? ഇല്ല, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ഞാൻ പ്രിപ്വൈസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ തോന്നയ്ക്കായാൽ ക്ലാസ്സുകളൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും എന്താ സിയാദ് സാറ് പിന്നെ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുത്തതിന് സാറായിരുന്നു ലാസ്റ്റ്. അതൊക്കെ വളരെ ഉപകാരപ്പെട്ടിരുന്നു. മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ നല്ല രോമാഞ്ചം കൊള്ളിക്കുന്ന രൂപത്തിലുള്ളതായിരുന്നു. ദെൻ ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത്? ഞാൻ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ NTA ഇപ്പോൾ ചൂസ് ചെയ്ത് തരണം. അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റി തന്നെ തരുമെന്ന് വിചാരിക്കും. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ഏത് യൂണിവേഴ്സിറ്റി പോകാനാണ് ആഗ്രഹം? എപ്പോൾ പഠിച്ചത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ അവിടെ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. പോണ്ടിയിൽ എത്തണം എന്നുള്ളതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രീവിയസ് ഇയർ ഒക്കെ ഹെൽപ്പ് ചെയ്തോ? പ്രീവിയസ് ഇയർ പിന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. ആണ് ജനറൽ ഒക്കെ അതേപോലെ തന്നെ. പിന്നെ സബ്ജക്ട് വൈസ് മാറ്റമുള്ളൂ. മൊത്തത്തിൽ എക്സാം ഒരു എളുപ്പമായിരുന്നോ, ഈസി മീഡിയം ആയിരുന്നോ, എങ്ങനെയായിരുന്നു? എന്തായാലും വലിയ പഠിച്ചവർക്ക് എന്തായാലും ടഫ് ഉണ്ടാവില്ല. എന്താ ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത്. അപ്പം ഏത് യൂണിവേഴ്സിറ്റി എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പോണ്ടിച്ചേരി ആണ് ഉദ്ദേശിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ്. അതിപ്പം പഠിച്ചെടുത്ത് നോക്കാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു? കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഏത് യൂണിവേഴ്സിറ്റി എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്? കേരള യൂണിവേഴ്സിറ്റി. കേരള യൂണിവേഴ്സിറ്റി. അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ
സെൻട്രൽ കേരള യൂണിവേഴ്സിറ്റി. ആ CUK ഓക്കെ, താങ്ക് യു. പ്രപ്പോയ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? വോയിസിൽ ഞാൻ ക്ലാസ് കണ്ടായിരുന്നു, ഇന്നലെയും കണ്ടിന്യൂ ഇന്റർവ്യൂ ഒക്കെ വിടുന്നുള്ള. ഹെൽപ്ഫുൾ ആയിരുന്നോ കണ്ടന്റ്സ് ഒക്കെ? ഇന്നലെ PGPQ38 ഞാൻ ബേസിക് നോക്കിയ ഒരു ലേഡി ക്ലാസ് എടുത്ത പേരെനിക്ക് ഓർമ്മയില്ല. അവരുടെ ക്ലാസ് എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. ഇനി MBA എക്സാം കഴിഞ്ഞാൽ പറയാം എന്താ അവസ്ഥ. ആയിക്കോട്ടെ, ഓൾ ദ ബെസ്റ്റ്. എന്താ? ജസീം. ജസീം. ഏത് വിഷയത്തിൽ എക്സാം എഴുതിയത്? MCom. എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിൾ ആയിരുന്നു. സിമ്പിൾ ആയിരുന്നു. എന്തെങ്കിലും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടോ? കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നിനക്ക് സിമ്പിൾ ആയിരുന്നു. എന്നും പറയാം. ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ പോണ്ടിച്ചേരിയാണ്. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. പ്രതികരണങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇനി എക്സാം എഴുതാനിരിക്കുന്ന ഓരോ CUET PG സ്റ്റുഡൻസും ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ആ വിഷയത്തിലുള്ള കഴിഞ്ഞ 2-3 വർഷത്തെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് സോൾവ് ചെയ്യുക എന്നുള്ളത്. കാരണം എല്ലാവർക്കും പറയാനുള്ളൊരു കാര്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അല്ലെങ്കിൽ അതേ മോഡൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ ഇനി ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കേണ്ടി വരും. അപ്പം എന്തായാലും എല്ലാവരും ഈ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു CUET വിഷയവുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും പീസ് ഔട്ട്.